കുറച്ച് കാലം മുമ്പ് ഇതുപോലൊരു പ്രോഗ്രാമിന് പോരുകയാണ്. ആ സമയത്ത് വാഹനത്തിൽ ഇങ്ങനെ പോരുമ്പം ഒരു ഫോൺ കോൾ വന്നു. ഞാൻ ബ്ലൂടൂത്ത് വഴി ആ ഫോൺ എടുത്തു. അപ്പോൾ എന്നോട് ഒരു ഉമ്മയാണ് സംസാരിക്കുന്നത്. ആ സംസാരം തുടങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു, മൗലവി, ഞാനൊരു കാര്യം സംശയം ചോദിക്കാനാണ് നിങ്ങളെ വിളിക്കണത്. അപ്പോൾ എന്തേന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാനും ഭർത്താവും 3 മക്കളുമാണ് ഉള്ളത്. ഞങ്ങളുടെ മൂത്ത കുട്ടി പെൺകുട്ടിയാണ്. ഞങ്ങൾ 2 പേരും അത്യാവശ്യം നല്ല ദീനിയായ ജീവിതമാണ് നയിക്കുന്നത്. ബാക്കി 2 പേരും, ആദ്യത്തെ മകൾ ഒഴിച്ച് ബാക്കി 2 പേരും കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ അവരുടെ പ്രായത്തിനനുസരിച്ച് ദീനിയായി നിസ്കാരങ്ങളും കാര്യമൊക്കെ ഉണ്ട്. എന്നാൽ മൂത്ത ഞങ്ങളുടെ കുട്ടി അത്രയൊന്നും ദീനിയല്ല. അവള് പുതിയ കാലഘട്ടത്തിൻ്റെതായ എല്ലാ ഫാഷനും ആസ്വാദനങ്ങളും ആഡംബരങ്ങളുമാണ് ജീവിതം എന്നു തന്നെ വിചാരിച്ച് ജീവിക്കുകയാണ്. നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും പറഞ്ഞാൽ ചിലപ്പോൾ നിസ്കരിച്ചു എന്ന് വരും, പക്ഷെ നിസ്കരിക്കണമെന്നില്ല, പള്ളിയിൽ പോകണമെന്നില്ല, ദീനിയാകണമെന്നില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ അങ്ങനെ ജീവിച്ചു. ഞങ്ങളപ്പം മനസ്സ് കരുതിയത് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ ശരിയാവുമെന്നാണ്. അങ്ങനെ അവളുടെ ഒരു 19 or 20 വയസ്സിൽ അവളുടെ വിവാഹം കഴിപ്പിച്ചു. പക്ഷേ വിവാഹം കഴിച്ച വീടും അവൾക്കൊരനുകൂലമായ ഒരു ആഡംബര ജീവിത പ്രേമികളുടെ വീടായതുകൊണ്ട് അവളെപ്പോലെ തന്നെ ആയതുകൊണ്ടും അവരൊന്നിച്ചങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആസ്വാദനങ്ങളുമായിട്ട് അവർ പോയി. ദീനുമായിട്ട് യാതൊരു ബന്ധമല്ല. ഞാൻ നേർക്കുനേരെ പറയുന്നു, ആ ഉമ്മ ഈ കാര്യം പറയുന്നത് കുറച്ചൊരു വേഗതയിലും കുറച്ചൊന്ന് പതർച്ചയോട് കൂടിയിട്ടാണ്. അപ്പം ഞാൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നിങ്ങളെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് സംശയം? ഉമ്മ പറഞ്ഞു, ഇന്ന് ഞാൻ വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. എൻ്റെ ഈ മൂത്ത മോൾ പ്രസവിച്ചു. വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്നു, പ്രസവിച്ചു. അവളുടെ കുട്ടിക്ക് ജന്മം നൽകി. പക്ഷേ അവൾ മരിച്ചു. എന്നിട്ട് ഉമ്മ അങ്ങനെ മിണ്ടാതെ കുറച്ച് നേരം നിന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അല്ല എന്താണ് ചെയ്യേണ്ടതെന്നാണോ, അല്ല എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത്, കുളിപ്പിക്കേണ്ടത്, ഇതാണോ അറിയേണ്ടത്? അല്ല മൗലവി, അതൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ നാട്ടിലത്തെ എല്ലാ ക്ലാസ്സിനും ഞാനും കാക്കിയും പോകലുണ്ട്. എൻ്റെ സംശയം, എൻ്റെ ഈ കുട്ടിക്ക് സ്വർഗം കിട്ടാൻ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ആ ഉമ്മ കരഞ്ഞുകൊണ്ട് ഫോണ് കട്ടാക്കി. എനിക്കറിയാം എന്താണ് ആ ഫോണ് കട്ടാക്കിയത്. കാരണം ഉമ്മാക്ക് സംശയമായിരുന്നില്ല. ഒരു സമാധാനം കിട്ടാൻ ഒരാൾക്കൊന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഫോണ് കട്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞത് ആലോചിച്ചത്, ഉമ്മാരോട് വാപ്പാരോട് ആലോചിക്കേണ്ടത്, ഒരു കുട്ടി 19-20 വയസ്സ് വരെ അവരുടെ കൂടെ ഉണ്ടായി. 20ാമത്തെ വയസ്സിൽ ആ കുട്ടി മരിക്കുമ്പം ആ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ബേജാറും വെപ്രാളവും, പടച്ചോനെ നിസ്കരിക്കാതെ ദീനിയാകാതെ ഞങ്ങളുടെ കുട്ടി പോയി, ഇനി തിരിച്ചു വരുന്നില്ല, പോയി. ഇനി ആ കുട്ടിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ആലോചിക്കുന്ന ഒരു വാപ്പാക്കും ഉമ്മാക്കും അറിയാം. ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖത അമലുഹു, മരിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ള പ്രവർത്തനം മുഴുവൻ കഴിഞ്ഞു. ഫരീഖുൽ ജന്ന ഫരീഖുൽ സഈർ, ഒരു വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് സ്വർഗത്ത് പോകുമ്പം സ്വർഗത്തിന് വേണ്ടി മരിക്കണീൻ്റെ മുന്നിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടും. അല്ല നരകത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചതെങ്കിൽ നരകം കിട്ടും. കഴിഞ്ഞു, ഖലാസ്, ജീവിതം കഴിഞ്ഞു. ആ ഉമ്മയുടെയും ബാപ്പാന്റെയും ജീവിതത്തിൽ ആ സങ്കടം മാറൂല. ഞാൻ ഒന്നുകൂടി പറയുന്നു, അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ കല്യാണ ചർച്ചയിൽ അവളുണ്ട്, പക്ഷെ സമാധാനം കിട്ടണില്ലല്ലോ. ടൂറ് പോയപ്പോൾ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതിൻ്റെ ഫോട്ടോ ഉണ്ട്, സമാധാനം കിട്ടൂല.
ബാപ്പാന്റെ കുട്ടിയെന്ന് വിളിക്കുമ്പോൾ ഓടി വന്നീന്റെ വീഡിയോ ഉണ്ട്. സമാധാനം കിട്ടൂല. എന്തുകൊണ്ട് കിട്ടൂല? അവിടുന്നാണ് നമ്മൾ കുറച്ച് നേരമുള്ളൂ, അവിടെ നിന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്തെന്നറിയോ? ആ രക്ഷിതാക്കൾ ഒരിക്കലും ഈ കുട്ടി നന്നാകണ്ടെന്ന് വിചാരിച്ചിട്ടില്ല, ഓവറാകുകയാണെന്ന് വിചാരിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞാൽ ശരിയായിക്കോളെന്ന് വിചാരിച്ചു, ശരിയായില്ല. കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ മാറുമെന്ന് വിചാരിച്ചു, അള്ളാഹു കൊണ്ടുപോയി. അത് അള്ളാഹിന്റെ തീരുമാനം. അള്ളാഹു നമ്മളെ ദുനിയാവിലേക്ക് പറഞ്ഞേക്കുമ്പോ തന്നെ പറഞ്ഞു, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബസ്ബൂഖീൻ, ഞാൻ നിശ്ചയിച്ചന്ന് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സമയത്ത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. നമ്മുടെ കുട്ടിനെ ചിലപ്പോൾ അള്ളാഹു 25-ാമത്തെ വയസ്സിൽ കൊണ്ടുപോകും. കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞു സഹോദരങ്ങളെ. ഞാൻ ഉമ്മാരുടെ വരന്മാരെ കഴിഞ്ഞു. മുസ്ലിമാണോ സ്വർഗം കിട്ടും, മുസ്ലിം അല്ലേ നരകത്തിന്റെ കഠിനമായ ശിക്ഷയിൽ നമ്മുടെ കുട്ടികൾ പെടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറുപ്രായത്തിൽ MSM-ഉം IS-ഉം ഒക്കെ ഉണ്ടാക്കണെന്തിനറിയോ? ഈ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വല്ലതും സംഭവിച്ചാൽ ആ സംഭവിക്കുന്ന കുട്ടി സ്വർഗാവകാശിയാകാനാണ്. അല്ലാതെ നിങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മക്കള് ഓലൊരു 55-ാമത്തെ 65-ാമത്തെ വയസ്സിൽ നിസ്കാരം തുടങ്ങാത്തവർ ചിലപ്പോൾ ഒരു 10% ബാക്കിയൊക്കെ നിസ്കരിക്കുന്ന ആർക്കും അറിയാത്തത്. വബില്ലാഹി തൗഫീഖ്. പക്ഷെ അതിനിടയിൽ വല്ലതും പറ്റിയാലോ അവിടെ സ്വർഗാവകാശി ആകണം. അതിന് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? ഞാൻ 2-3 കാര്യം പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നത് പറയട്ടോ. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യം. ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്തിനാണ് അള്ളാഹു മക്കളെ തന്നത് എന്ന 100% ബോധ്യത്തിലാണ് മുവഹിദായ വാപ്പിമ്മയും ജീവിക്കേണ്ടത്. എനിക്കെന്തിനാ അള്ളാഹ് കുട്ടിനെ തന്ന്? ഞാൻ പറയണത് ആത്മാർത്ഥമായിട്ട്, എനിക്കെന്തിനാ അള്ളാഹ് കുട്ടിനെ തന്ന്? ആ കുട്ടിനെ സ്കൂളിൽ ചേർത്താനാണോ? അതിനെന്തിനാ മുജാഹിദായൊരു വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കണത്? ഇവിടുത്തെ മുസ്ലിമായ ഒരാൾക്ക് കൊടുത്താൽ ഓനെ സ്കൂളിൽ പഠിപ്പിക്കണ്ടല്ലോ. ഇന്റെ കുട്ടിനെ കല്യാണം കഴിപ്പിക്കാനാണോ? അതിനെന്തിനാ സ്വങ്ങളെ മുവഹിദായൊരു മനുഷ്യന്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യം? ഇവിടുത്തെ ഏതൊരു മുസ്ലിം സഹോദരനും കുട്ടിനെ കല്യാണം കഴിപ്പിക്കണ്ടല്ലോ. ടൂർ ഉണ്ടാകാനാണോ? ബ്രോസ്റ്റ് വാങ്ങി കൊടുക്കാനാണോ? ആഹ്ലാദത്തിൽ വരാനാണോ? ഫോട്ടോ എടുക്കാനാണോ? ഇതൊക്കെ സഹോദരങ്ങൾ, ഇതൊന്നും തെറ്റല്ല കേട്ടോ. ഇതിനാണോ കുട്ടിനെ തന്നത്? അല്ല, ഇനി നമ്മളെ കയ്യിൽ തരണമെന്നില്ല. ഈ നാട്ടിൽ ഖബർ ആരാധന നടത്തുന്നവരുടെ മക്കൾ ടൂർ പോണില്ലേ? കല്യാണം നടക്കണില്ലേ? ഓർക്ക് അനന്തര സ്വത്ത് കിട്ടണില്ലേ? അവർ MBBS പാസ്സാകണില്ലേ? അവർ ടൂറും ബാക്കിയുള്ള സംഗതികളും അവർക്ക് ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പും കിട്ടണില്ലേ? ഒരു വണ്ടി വാങ്ങണില്ലേ? ഒക്കെ ചെയ്യണില്ലേ? എന്തിനാ മുവഹിദായ നമ്മക്കല്ല കുട്ടിനെ തന്ന്? ഒറ്റ കാര്യമുള്ളൂ, ആ കുട്ടിക്ക് അള്ളാഹുവിൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹ് ഏൽപ്പിക്കപ്പെട്ടവരാ നമ്മള്. അഥവാ ആ കുട്ടിയെ സ്വർഗാവകാശിയാക്കാനാണ് അള്ളാഹ് നമുക്ക് മക്കളെ തന്നത്. ഒറ്റ ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണ്ടേ, എനിക്ക് അള്ളാഹു തന്ന കുട്ടി എന്തിനാണ്? എന്തായാലും ഉത്തരം അറിയോ? ബാപ്പാക്കും ഉമ്മാക്കും സ്വർഗത്ത് പോകാനാണ് കുട്ടിനെ തന്നത്. ബാപ്പാക്കും ഉമ്മാക്കും സ്വർഗത്ത് പോകാനാണ് അള്ളാഹ് മക്കളെ തന്നത്. ആ കുട്ടികളെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ വളർത്തുക വഴി വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടും. നമ്മൾ വളർത്തിയ പോലെ കുട്ടി ജീവിക്കുകയാണെങ്കിലോ കുട്ടിക്ക് സ്വർഗം കിട്ടും. കുട്ടിൻ്റെ സ്വർഗം 2ആണ്. നമുക്ക് അള്ളാഹു കുട്ടിനെ തന്ന് ആ കുട്ടികളെ നല്ലപോലെ വളർത്തി അവരോടുള്ള കടമ നിർവഹിക്കുക വഴി ബാപ്പി ഇമ്മി സ്വർഗത്ത് പോണം. അഥവാ നമുക്ക് സ്വർഗം കിട്ടാനാ കുട്ടികള്. നമ്മൾ നല്ലപോലെ വളർത്തി, ആ കുട്ടികൾ പഴച്ചുപോയി, സാരല്ല. അള്ളാഹു നമ്മളോട് ഒരിക്കൽ പോലും അതിൻ്റെ പേരിൽ നമ്മൾ നല്ലപോലെ നോക്കി, നമ്മൾ അവിടെ പഠിപ്പിച്ചു കൊടുത്തു, ശരിക്ക് ദീനിയായി ജീവിപ്പിച്ചു. അവർ പഴച്ചുപോയി, നമുക്ക് കുറ്റല്ല. തിരിച്ചും നമ്മൾ അവരെ ദീനിയാക്കി ഒന്നും വളർത്തിയില്ല, അവർ സ്വന്തം ദീനിയായി. വാപ്പാക്കും ഉമ്മാക്കും അതിൻ്റെ പേരിൽ പടച്ചോൻ്റെ ഒക്കെ 1 ഉറുപ്പ്യൻ്റെ കൂലിയും കിട്ടൂല. സഹോദരങ്ങളെ, മക്കളെ എന്തിനാണ് അള്ളാഹ് തന്നത്? ഉത്തരം, ബാപ്പാക്കും ഉമ്മാക്കും സ്വർഗത്ത് പോകാനാണ്. ആ മക്കളെ നല്ല അള്ളാഹു നമ്മൾക്ക് തരുമ്പോൾ കുല്ലു മൗലൂദിന് യൂലദു അൽ ഫിത്ര. നമ്മളെ കുട്ടി 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ കുട്ടി മരിച്ചാൽ ആ കുട്ടി സ്വർഗാവകാശിയല്ലേ? 6ാം ക്ലാസ് പഠിക്കുമ്പം ആ കുട്ടി മരിച്ചാൽ സ്വർഗാവകാശിയല്ലേ? ഓൻ +1 എത്തിയിട്ട് ഓൻ മരിക്കുമ്പം അവൻ നരകാവകാശിയാകുകയാണെങ്കിൽ അതിൻ്റെ കാരണം നമ്മളാണെങ്കിൽ അതിൻ്റെ കുറ്റം നമുക്ക് കിട്ടും. ലളിതമാണ്. പക്ഷെ ഇങ്ങനൊരു ചിന്ത നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മക്കളോട് എന്ത് പറയാറോ, ഇജ് നന്നായ അനക്ക് നന്നായി, അല്ല ഓ നന്നായാലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. അതുകൊണ്ട് 2ാമത്തെ വർത്താനത്ത് നമ്മൾ നിർത്തുന്നത്. ഓൻ പഠിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ എന്താ പറയല്, ഇജ് പഠിച്ച അനക്ക് ജോലി ചെയ്യാറിന് വിടലുണ്ടോ? ഇല്ല,
നമ്മൾ ഗൈഡ് വാങ്ങിക്കൊടുത്ത്, നമ്മളതിൻ്റെ പേരിൽ PTA മീറ്റിങ്ങിന് പോയി, നമ്മളതിൻ്റെ പേരിൽ എക്സ്ട്രാ അവന് ട്യൂഷൻ കൊടുത്ത്, അതിൻ്റെ പുറമെ പൈസ കൊടുത്താണ്ട് വീഡിയോകൾ വാങ്ങി ഒക്കെ നമ്മൾ മെനക്കെടുന്ന എന്തിനറിയോ? അവൻ പഠിച്ചാൽ അവന് മാത്രമല്ല ഗുണം എന്നറിയണോണ്ടാണ്. സഹോദരങ്ങളെ, ഒന്നാമത്തെ ഭാഗം, നമ്മുടെ കുട്ടികൾ സ്വർഗത്ത് പോയാലേ, അതിനു വേണ്ടി പരിശ്രമിച്ചാലേ, അവർക്കതിൻ്റെ വഴി കാണിച്ചു കൊടുത്താലേ ഉമ്മയും ബാപ്പയായി നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. ഇത് പഠിച്ചാലാണ് എന്തിനാണ് എൻ്റെ കുട്ടിനെ സ്വർഗാവകാശിയാക്കേണ്ടത് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവുള്ളൂ. ഒന്ന്. രണ്ടാമത്തേത്, ലോകത്ത് എൻ്റെ കുട്ടിയടക്കം ലോകത്തെല്ലാ കുട്ടികൾക്കും അബദ്ധങ്ങളും പിഴവുകളും വരാം. അതിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് രക്ഷിതാക്കളായ നമ്മൾ എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം. ഞാൻ അതെന്തിനാ പറയണ അറിയും? ഇപ്പം ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്. സ്കൂളിൽ ഇപ്പം ഒരു കുട്ടീനെ എന്തെങ്കിലും ഒരു ഹാൻഡ്സോ അങ്ങനത്തെ എന്തെങ്കിലും സംഗതി പിടിച്ചു തരിക്കോളൂ, ഉദാഹരണം പിടിച്ചു. അപ്പം അധ്യാപകർ ആദ്യം തന്നെ പോയിട്ട് ഓലെ വാപ്പാനും മാനും കൊണ്ടുവരാമെന്ന് തീരുമാനിക്കൂല. ഭൂരിപക്ഷമാട്ടെ പറഞ്ഞ് ചെക്കന്മാരല്ലേ, നമുക്കൊന്ന് ഞെട്ടിച്ച് വിടുക, അല്ലെങ്കിൽ ഒന്ന് ഉപദേശിച്ച് വിടുക, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ പറഞ്ഞ് ബാപ്പിയുമൊക്കെ പടന്ന് ഒരു ഒളിച്ചിങ്ങോട്ട് വന്ന് ചിലപ്പോൾ ഓൻ്റെയൊക്കെ അബദ്ധം പറ്റിയതാകാന്നൊക്കെ കരുതി നമ്മളെന്ത് ചെയ്യും? അധ്യാപകരെല്ലാവരും കൂടി ഒന്ന് ഉപദേശിക്കും ആദ്യം. പിന്നെ ചിലപ്പോൾ ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ കേസിന് പിടിക്കുമ്പം മാഷന്മാർക്കിടയിൽ ചർച്ച തുടങ്ങും. വാപ്പാനിമാനിപ്പോൾ സ്കൂൾ കൊണ്ടുവരണോ? അപ്പോൾ ലാസ്റ്റ് തീരുമാനം, ആ സാധുക്കൾ കൂലിപ്പണിക്കാർ എപ്പോഴെങ്കിലും പണി ഉണ്ടാവുള്ളൂ, ഇനി ഇവിടേക്ക് വന്നാണ്ട് ലാസ്റ്റ് ഒന്ന് ഞെട്ടിക്കും. അപ്പോഴും വീട്ടിൽ പറയില്ല കേട്ടോ. 3-ാം വട്ടവും ഇതേ വിഷയത്തിൽ പിടിക്കുമ്പം അധ്യാപകർ പറയും, ഇനി നേരെ രക്ഷിതാക്കളെ അറിയിക്കുക, ഇത് ചിലപ്പം കയ്യുമെന്ന് പോകും, ലാസ്റ്റ് നമ്മളെ മേത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് രക്ഷിതാക്കളെ അറിയിക്കും. രക്ഷിതാക്കൾ ഞാനും കൂടെ കേട്ടോ. ഇനി ബാക്കി അനുഭവം പറയാം. അപ്പോൾ ഞാൻ 11 ഹൈസ്കൂളിൽ ബാക്കി അനുഭവം. രക്ഷിതാക്കളാണ് വന്ന് ആദ്യം ഇരുന്ന്, നിങ്ങളെ മോൻ ഇങ്ങനെ ഉണ്ട് അറിയും. ഫസ്റ്റത്തെ വാക്ക് തരും, ഇൻ്റെ കുട്ടിയായി ചെയ്യൂല. ഫസ്റ്റത്തെ വാക്കാണ് ഉമ്മാൻ്റെ. ബാപ്പാൻ്റെ വാക്ക്, ഇൻ്റെ തറവാട്ട് ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. ഇവനിത് ഏകദേശം അറിയുണ്ടാവും, നമ്മളെ കുട്ടിയാണല്ലോ. അപ്പോൾ നമ്മളെക്കാൾ ഇരട്ടി വളവുണ്ടാവും. ഓനൊരു 3 വട്ടം അവനത് പിടിച്ച അവൻ ആദ്യം തന്നെ മുന്നിലോ കാണും, അടുത്ത തവണ ബാപ്പാനും ഇമ്മാനും അറിയിക്കുക. അപ്പം മിക്കവാറും ബാപ്പാനും ഇമ്മാനും വിളിക്കാൻ സാധ്യതയുള്ള 2-3 മാഷന്മാരുണ്ടാവും ഏത് സ്കൂളിലും. ഓലെപ്പറ്റിയും ഒരാഴ്ച കൊണ്ട് ഉമ്മാനും ബാപ്പാൻ്റെ മുന്നിൽ ഫുൾ പിക്ചർ ഉണ്ടാക്കി കൊടുക്കും. മൂപ്പർക്ക് ഇന്നോട് പെരും ദേഷ്യമാണ്, ആവശ്യമില്ലാതെ വെറുതെ ഇതാക്കും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ബാപ്പാൻ്റെ പേരും പറഞ്ഞാണ്ട് വച്ചിമ്പുള്ളി ഉണ്ടാക്കലുണ്ട്. എല്ലാം കൂടി ഈ 2 മാഷന്മാരെ പറ്റിയോ നമുക്ക് വണ്ടി കയറ്റി സൈഡാക്കി തന്നിട്ടുണ്ടാവും. നമ്മളെ ഫോണാണ് വിളിക്കുന്നോട് നമ്മൾ, മഹമ്മൂദ് മാഷല്ലേ, നിങ്ങൾ വിളിക്കും, ഞാൻ കാത്തിക്കന്നേനി, എന്നോട് പറഞ്ഞിരിക്കണ് കുറേ കാലമായിട്ട്, നിങ്ങൾ വിളിക്കും. നമ്മളെ പൊട്ടനാക്കി അങ്ങനെ ജീവിക്കുക. എന്നിട്ട് ഉമ്മയും ബാപ്പയും വരിക, വാപ്പിമ്മി വന്നിട്ട് ഇൻ്റെ കുട്ടി അത് ചെയ്യൂല, ഇൻ്റെ കുട്ടി അങ്ങനല്ല, ഇൻ്റെ തറവാട്ടിൽ ഇങ്ങനല്ല, നിങ്ങൾ കൽപ്പിച്ചുകൂട്ടി ഉണ്ടാക്കുകയാണ്. സോ ആർക്കാ നഷ്ടം? ഞാൻ ഇപ്പോഴും ആലോചിക്കാണ്. ഒരു ചങ്ങാതി അങ്ങാടിയിൽ വന്നിട്ട് റമദാൻ്റെ തലേന്ന് അടിച്ചു വന്നാണ്ട് അങ്ങാടിയിൽ ഡാൻസ് അടിച്ചു വന്നിട്ട് നാളെ മുതൽ നോമ്പായതുകൊണ്ടേക്കാരം തൗബ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഡാൻസ് ചെയ്തേക്കാരം. കാരണം തൗബ ചെയ്യാൻ എന്തെങ്കിലും ആണല്ലോ, അതുകൊണ്ട് തലേന്ന് അവൻ അടിച്ചാണ്ട് അങ്ങാടിയിൽ ഡാൻസ് ചെയ്ത് എല്ലാവരും പാടെ കണ്ടു. ഓൻ്റെ ഒപ്പം മാഹി ഭാഗത്താണ്. ഓൻ്റെ അപ്പാക്ക് വിളിച്ചു, നിങ്ങളെ മോൻ ഇങ്ങനെ ഉണ്ട് കാരണം. ഓൻ്റെ അപ്പം അന്ന് രാത്രി വന്ന് പിറ്റേ ദിവസം സുബൈക്ക് വന്നിട്ടുണ്ട്. പള്ളിക്കെന്ന് പെരു അച്ഛ, ആരാഞ്ച കുട്ടിനെ പറ്റി മാണ്ടാത്ത പറഞ്ഞെന്നൊക്കെ പറഞ്ഞാകെ ഇപ്പം എന്തേച്ച്. ഞാൻ ഓന് ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ശരിക്ക് വായൻ്റെ അടുത്തൊന്ന് വാസനിച്ച് നോക്കി, ഒന്നും മണക്കണില്ല. കുടിച്ച തലേന്നാണ്. മൂപ്പർ ഇന്ന് രാത്രി വന്നാണ്ട് കിടക്കണ മകൻ്റെ വായൻ്റെ അവിടെ വന്നാണ്ട് മൂക്കെച്ചാണ്ട് വാസനിക്കണില്ല. അതുകൊണ്ട് കുടിച്ചിട്ടില്ല എന്ന് പറയാൻ മാത്രം വിഡ്ഢിത്തവും ദുരഭിമാനവും. ഇത് നമുക്ക് മനസ്സൊന്ന് ഒഴിവാക്കാതെ നമ്മളെ കുട്ടികൾ രക്ഷപ്പെടൂല. അതിൻ്റെ അർത്ഥം എന്താ? ഓലെങ്ങനെ സംശയത്തിൽ നോക്കണം എന്നാണ്? അല്ല, മറിച്ച് നബിനെക്കാളും വലിയ ആളാകരുത് നമ്മൾ. നബിനെക്കാളും സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീടും നബിൻ്റെ പള്ളിയും തമ്മിൽ ഒരു ചുമരിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാനിതിങ്ങനെ പറയണത് ബോധ്യപ്പെടാനാട്ടോ. ഒരു ചുമരിൻ്റെ വ്യത്യാസമുള്ളൂ പള്ളിയും വീടും. ആ വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിൽ പ്രവാചകൻ സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയണ വാക്ക്, ഖിത്അത്ത് കബ്ദി യാ ഫാത്തിമ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ മോളെ ഫാത്തിമ,
അൻഖദി നഫ്സ് സലിനി മിമ്മാലി മാ ശിഅ്തി, മോളെ ദുനിയാവിൽ വാപ്പാനെ കൊണ്ട് കഴിയുന്നതും അള്ളാഹ് അനുവദിച്ചതുമായി എന്തും എൻ്റെ കുട്ടി ചോദിച്ചോ, പക്ഷെ അൻഖദി നഫ്സിക്ക് മിനന്നാർ, മോളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യം എൻ്റെ കുട്ടി തന്നെ ചെയ്യണം കേട്ടോ. എന്താണ് നബി പറഞ്ഞത് അർത്ഥം അറിയോ? മോളെ വാപ്പ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നതുകൊണ്ട്, സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന ആളാണ് കുട്ടിൻ്റെ അപ്പ എന്നതുകൊണ്ട്, ഖബറിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുന്ന ആളാണ് എന്നതുകൊണ്ട്, നാളെ പരലോകത്ത് അശ്ശഫാഅത്തുൽ ഉളുമ, ഏറ്റവും വലിയ ശഫാഅത്ത്, മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി എന്ന് പറഞ്ഞ അശ്ശഫാഅത്തുൽ ഉളുമക്ക് വേണ്ടി അല്ലാഹു നിശ്ചയിച്ച ആളാണ് മോളെ ഉപ്പ എന്നുള്ളത് കൊണ്ടും, നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കാൻ അള്ളാഹ് നിശ്ചയിച്ച ആളാണ് മോളെ ഉപ്പ എന്നതുകൊണ്ടും മോള് പഴക്കാതെക്കൂല. മോളെ മദീന പള്ളി തൊട്ടടുത്താണെങ്കിലും മോളെ ഞാനും പഴക്കും. പ്രവാചകനായ എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വേണ്ടി വരുന്ന ഒരു കൂട്ടുകാരനും തോന്നിയാസം പറഞ്ഞിട്ടില്ലെങ്കിലും, കാരണം നബിന്റെ കുടുംബത്തിൽ നമുക്കറിയാം, നബിന്റെ വീട്ടിൽ ആരും തോന്നിയാസം പറയില്ല, വൃത്തിയേട് പറയില്ല. അവിടേക്ക് വരുന്ന ഒരാളും ഹറാമായൊരു കാര്യത്തിന് നബിനെ വിളിക്കൂല. വഹി ഇറങ്ങണ വീടാണ് നബിന്റെ വീട്, വഹി ഇറങ്ങണ വീട്. ആ വഹി ഇറങ്ങണ വീട്ടിൽ സ്വന്തം മകളെ വിളിച്ചിട്ട് നബി പറയാൻ, മോളെ പഴക്കാൻ സാധ്യത കേട്ടോ. ഇന്ന ശൈത്വാൻ ലക്കും അദു ഫത്തഖിദുഹു അദുവ്വ, ശൈത്വാനെ ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ശൈത്താൻ പഴപ്പിക്കട്ടോ, ദീനുള്ള വീട്ടിൽ നിന്ന് പഴപ്പിച്ചു കൊണ്ടുപോകട്ടോ, പള്ളിന്റെ അടുത്തുള്ള വീട്ടിൽ നിന്നും പഴപ്പിച്ചു കൊണ്ടുപോകട്ടോ. ബാപ്പിമ്മി നന്നായി എന്നുള്ളത് കൊണ്ട് മോളെ നമ്മളെ മനസ്സിൽ പഴക്കൂലാൻ തോന്നും, പക്ഷെ ഒറ്റ സെക്കൻഡ് കൊണ്ട് പഴപ്പിക്കട്ടോ. മോളെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ആര് പറഞ്ഞു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി നമുക്ക് പറഞ്ഞു തരുന്നത്? നബിയുടെ മോളെപ്പറ്റി വിചാരിച്ചത് എൻ്റെ കുട്ടിയും പിഴക്കും എന്നതാണ്. നമ്മളെ കുട്ടീനെ പറ്റിയിട്ട് വിചാരിച്ചിരിക്കുന്നത് ഒരിക്കലും എൻ്റെ തറവാട്ട് ഇത് ഉണ്ടാവൂല എന്നാണ്. അതുകൊണ്ടാണ് 6-7 കൊല്ലം മുമ്പ് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ജില്ലയിൽ നടന്ന ഒരു വാർത്ത നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ വായിച്ച്, പടച്ചോനെ ഇങ്ങനെയൊക്കെ കേരളത്തിൽ സംഭവിക്കുമോ, പടച്ചോനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് കരുതി ആശ്ചര്യപ്പെട്ട അതേ വാർത്ത ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ കണ്ടത്. അതുകൊണ്ട് മക്കൾ അല്ലാഹ് തന്നത് നമ്മൾക്ക് സ്വർഗം കിട്ടാനാണ്. നല്ലപോലെ വളർത്തിയ നമ്മക്കാ സ്വർഗം. മോശമായ ആദ്യത്തെ കുറ്റം നമ്മക്കാന്നുള്ള ബോധ്യം ഉണ്ടാകുക. 2, അതിനെപ്പറ്റി നമുക്ക് ധാരണ ഉണ്ടാണ്ട് നമ്മളെ കുട്ടികൾ നല്ലോരാണ്, ഒരു സംശയമല്ല. കുല്ലു മൗലൂദിൻ യൗലദു അലൽ ഫിത്റ, ശുദ്ധ പ്രകൃതിയിൽ. എന്നാൽ പിഴച്ചു പോകാൻ സാഹചര്യമുണ്ട്, അതിൽ മൗലവിയായ എൻ്റെ കുട്ടിക്കുമുണ്ട്. എന്ത് തറവാടിൻ്റെ പേര് പറഞ്ഞാലും അത് നമ്മളെ കുടുംബത്തിലുമുണ്ട് എന്ന ബോധ്യമുണ്ടാകണം. അപ്പൊ ശ്രദ്ധ ഉണ്ടാവും. 2, മൂന്നാമത്തേത്, ദീനിയായ കാര്യങ്ങൾ ഉപദേശിക്കുന്നിടത്ത് ബാപ്പിയും ഒറ്റക്കെട്ടാകണം. മൂന്നാമത്തെ കേട്ടോ, ഞാൻ അങ്ങനെ ഓർത്തെക്കാൻ അങ്ങനെ പറയണത്. മൂന്നാമത്തെ കാര്യം, ദീനിയായ കാര്യം ഉപദേശിക്കുന്നിടത്ത് വാപ്പിയും ഒറ്റക്കെട്ടാണ്. നമ്മളെ മക്കളായി വളർന്നാണല്ലോ. നമ്മൾ വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഒരു സ്ഥിരം ഒരു വൈകാരികത ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ആൺകുട്ടികളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും, ആൺകുട്ടികൾക്ക് ഭൂരിപക്ഷം, ഞാൻ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു 80%, എക്സെപ്ഷണൽ കേസ് ഉണ്ടാവും, 80% ആൺകുട്ടികൾക്കും ഉമ്മാനോടായിരിക്കും ഒരു പരിധി വരെ ഭയങ്കര ബന്ധം. ഉമ്മാൻ്റെ ധാരണ എന്താ അറിയോ? ആൺകുട്ടിയാൾക്ക് ഇന്നോട് എന്തൊരു ഇഷ്ടമാണോ ഭയങ്കര, ഒന്നുമല്ല. എന്താ ഞാൻ പറഞ്ഞുതരാം. പെൺകുട്ടിയാൾക്ക് ഭൂരിപക്ഷവും 80% ബാപ്പാനോട് ഇക്കാരം. ബാപ്പ പറയും ഇന്നെടുത്ത് കൊത്തിവെച്ച മാതിരിയാവുള്ളൂ, അതുകൊണ്ട് ഇക്കാരം. ഒന്നുകൊണ്ടൊന്നല്ല, ഒറ്റ കാരണമുള്ളൂ. ഓളെല്ലാ വളവും ബാപ്പ വഴിയേ നടക്കുള്ളൂ, ഓളിൻ്റെ എല്ലാ വളവും ഉമ്മ വഴിയേ നടക്കുള്ളൂ. അത്രേ ഉള്ളൂ. പ്രസ്ഥാനം +1 വരെ അതേ നടക്കുള്ളൂ. ലളിതാണ് ഉത്തരം. അത് ചോരെ ഉമ്മാനെയും വെല്ലിമ്മാനെയും കൊത്തിവെച്ചതോ കൊന്ത്രമ്പല്ല് വെല്ലിയാപ്പാൻ്റെ കിട്ടിയൊന്നുമല്ല. ഇതാ സാധനം. പാങ്കുട്ടി വന്നിട്ട് ബാപ്പാനോട് വന്നിട്ടുണ്ട്, ബാപ്പാ ഇവിടെ 7 ഫുട്ബോൾ നടക്കുന്നുണ്ട്, എനിക്ക് സീസൺ ടിക്കറ്റിന് 500 ചില്ല ഉറുപ്പിയുള്ളൂ, നിങ്ങളും തരുമോ ചോദിച്ചാൽ എന്താ ബാപ്പ പറയാം? എൻ്റെ ഒരു അലക്കമത്തെ സീസൺ ടിക്കറ്റ് 4 ഡയലോഗാ വാപ്പ, 4 ഡയലോഗാ. കോളേജിൽ നിന്ന് ടൂർ പോവുകയാണ്. എന്താ നമ്മളെ കുട്ടി വന്നിട്ട് വാപ്പാണെന്നുണ്ട്, വാപ്പ മൈസൂർക്കും ഉണ്ട്, 3300 പറഞ്ഞിരിക്കണത്, തരുമോ വെച്ചാൽ ഏതെങ്കിലും പഠിക്കണ ഏതെങ്കിലും വാപ്പ? അൽഹംദുലില്ലാ കുറേ കാലമായി ടൂറിന് പോയിക്കുമ്പോൾ ഞാൻ അടുത്തച്ഛന് കുറച്ച് പൈസ ആണാണ്ട് കൊടുക്കൂല. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ നിന്ന് തിരിയാൻ സ്ഥലമില്ല, നടക്കുന്നിടത്ത് കൂടെ മുഴുവൻ പൈസയാണ്. പള്ളിക്കൊക്കെ വരെ നിസ്കരിക്കാൻ സൗകര്യമില്ല, അപ്പോത്തിന് എത്തിക്കാൻ്റെ പിരിവേറ്റ് വരും. നടക്കുന്നിടത്ത് മുഴുവൻ പൈസ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ എത്ര വട്ടങ്ങ മൈസൂർക്ക് പോയിക്കണേ,
പിന്നെ ഞാൻ ടൂർ പോകൂലേ പോവും. അതാരാ നടത്തുക? ഉമ്മ എന്നാണ്ട് നമ്മളെ പെണ്ണുങ്ങൾ എന്നാണ്ട് ഓനോട് വരും. എന്നോടാരാ ആദ്യം തന്നെ മൂപ്പരോട് പറയാൻ പറഞ്ഞ്? നമ്മളെ ഏകദേശം ഒരു മൂടൊക്കെ നമ്മളെ പെണ്ണുങ്ങൾക്ക് അറിയും. നമ്മൾക്ക് എവിടെയെങ്കിലും സ്വാഗത പ്രസംഗം കിട്ടി പുളിച്ചായി വരുന്ന ദിവസം ഉണ്ടാവുമല്ലോ, അത് നമ്മളെ പെണ്ണുങ്ങൾക്ക് അറിയില്ല. എവിടെയെങ്കിലും ഒരു ക്ലബിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയി ആദ്യമായിട്ടൊരു സംഗതിയൊക്കെ ആയിട്ട് അവനാന്നെ 250 ഉറുപ്പെടുത്താൻ തന്നെ ഫ്ലക്സ് ബോർഡ് അടുപ്പിച്ചാണ്ട് അവനാൻ്റെ ചങ്ങായിമാരെ കൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയാണ്ട് നാടിൻ്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എഴുതി കൊടുത്താണ്ട് അങ്ങനെ സംഗതി ഉണ്ടാവുമല്ലോ. അന്നിങ്ങനെ നമ്മളെ പെണ്ണുങ്ങൾ വന്നാണ്ട് നമ്മളോടൊന്ന് രാത്രി വന്നാണ്ട് നോക്കി, എല്ലാ കുട്ടികളും ഇപ്പം മൈസൂർക്ക് പോകുമ്പോൾ ഒപ്പം നമ്മളെ കുട്ടിയായിട്ട് ഇപ്പം പോയിട്ടില്ലെങ്കിൽ ഇപ്പം 4 അപ്പം 3 ചട്ടണി നമ്മളെ തീരുമാനമാക്കും. അതോർക്ക് അറിയും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോകം ഇങ്ങനെ പോണത്. നമ്മളെത്ര മസിലൊടിച്ചാൽ ലാസ്റ്റ് ഓരോരുത്തേക്ക് തന്നെ പോകേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ഓർക്ക് നമ്മളറിയാം ഇതെങ്ങനെയാണ്. അങ്ങനെ 3000 റുപ്യ മൈസൂർക്കും അങ്ങനെ 3000 റുപ്യ ആയിക്കോട്ടെ. ലാസ്റ്റ് നമ്മളത് വിടാനൊക്കെ പറ്റൂലല്ലോ. അത് 3000 റുപ്യെങ്കിൽ 3000 റുപ്യ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുമ്പോൾ പെണ്ണുങ്ങളറിയും 3000 റുപ്യ കൊണ്ട് ഇവിടെ നിന്നാണ് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ വെറുതെ പച്ചറച്ചിയായിട്ട് ഇങ്ങോട്ട് വരികയെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങും വേണ്ട. അവൻ്റെ ചങ്ങായിമാരൊക്കെ ചുരുക്കി പറഞ്ഞ ഒരു 3500 റുപ്യ നമ്മളെ കൊണ്ട് കൊടുപ്പിക്കുവർ പെണ്ണുങ്ങൾ. അതാർക്കറിയാം? ആൺകുട്ടിയൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഓല് ഉമ്മാൻ്റെ വേക്കൽ ഇങ്ങനെ നടക്കണത്. ഉമ്മാൻ്റെ ധാരണ എന്താ അറിയോ? ഓല് മിമ്പർമെന്ന് അൻസാർനാൻ മണ്ട മൗലവിൻ്റെ കുത്തുബ് കേട്ടിക്കണ്. ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗ്ഗം. അതുകൊണ്ടാണ് ഒരു കുത്തുബിയും കേട്ടിട്ടില്ല. കേട്ടിക്കണെങ്കിൽ തന്നെ മുമ്പ് ഓല് കേട്ടിക്കണ്, ഇങ്ങോട്ടന്ന് വന്നിട്ടില്ല. ആൺകുട്ടികളതോ അല്ല പെൺകുട്ടികൾ ഇപ്പം അടുത്ത മാസം കല്യാണം അല്ലെങ്കിൽ അടുത്ത ആഴ്ച കല്യാണമുണ്ട്. നമ്മളെ പെൺകുട്ടികൾ ഉമ്മാനോടായിട്ട് ഉമ്മ ഈ ആഴ്ചത്തെ കല്യാണത്തിൽ നമുക്ക് പുതിയ ചുരിദാർ എടുത്താലോ? എന്താ അമ്മാരങ്ങളെ മറുപടി? ഉമ്മാൻ്റെ കുട്ടി കുറേ ആയല്ലോ ചുരിദാർ എടുത്തിട്ടില്ല, ഞാൻ ഇൻഷാ അല്ലാഹ് എടുത്തു തരാൻ നിങ്ങൾ പോവുമോ? ഇല്ല, നിങ്ങൾ 4 ചൂടാവും. അല്ലെങ്കിൽ തന്നെ വാപ്പാൻ്റെയൊക്കെ പൈസ അല്ല, എവിടെയും പൈസ അല്ല. കടം തീർക്കണ എങ്ങനെ എനിക്കറിയില്ല. എനിക്കൊക്കെ തിന്നിട്ട് പിന്നെ മുതിർന്ന പോലെ വാക്ക ഞാൻ എൻ്റെ വാപ്പാണ്ട് പറയും, നിങ്ങൾക്ക് 2 വാക്കുണ്ട്. ഒന്നെന്താ തിന്നിട്ട് എല്ലിൻ്റെ അടിയിൽ കയറലും, 2 വറ്റ് വിലങ്ങനെ കുത്തലും. അത് ഞങ്ങളെ ഭാഗത്ത് നിലമ്പൂർ ഭാഗത്ത പറയും. തിന്നിട്ട് എല്ലിൻ്റെ അടിയിൽ കയറുക അത് ഞങ്ങളുടെ നാട്ടിൽ താഴത്തുള്ളവരൊക്കെ പറ്റി പറയണതാണ്. നിങ്ങൾക്ക് തിന്നിട്ട് എല്ലിൻ്റെ അടിയിൽ കയറലാണ്. അങ്ങനെ ഉമ്മാർ കുറച്ച് വാക്ക് പറയുന്നത് എനിക്ക് പട്ടിണി എന്താ അറിയില്ല. അപ്പോൾ അതിന് കുട്ടികൾ എണ്ണാൻ തുടങ്ങും. ഉമ്മ 32 എന്താ അറിയോ? വാഴക്കൂട്ടാൻ നിന്നാണ്ട് നടന്നതിൻ്റെ ചരിത്രം, പിന്നെ വെയിറ്റില്ലാതെ പഠിച്ചതിൻ്റെ ചരിത്രം, പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇല്ലാതെ പോയിൻ്റെ ചരിത്രം ഒക്കെ ഇങ്ങനെ പറയും. ഞാൻ കുറ്റമായിട്ടൊന്നല്ല പറയാം, പക്ഷെ അന്ന് കൂട്ടത്തിൽ ഞാൻ ഒരു യാഥാർത്ഥ്യം പറയാണ്. അന്ന് ഏതായാലും ബ്രോസ്റ്റും അൽഫാമൊക്കെ നിരത്തി വെച്ചതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പയറുപ്പേരി ഇന്നൊന്നല്ല. അന്ന് തിന്നാൻ പയറുപ്പേരി മാത്രം ഉണ്ടായതുകൊണ്ട് തിന്നതാട്ടോ. കൂട്ടത്തിൽ പറയാണ്, സാന്ദർഭ്യം കുറ്റപ്പെടുത്തിയിട്ടല്ല. കുറേ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നബിൻ്റെ ഈമാന് നല്ലത് വാഴക്ക കൂട്ടാൻ നിന്ന് പറഞ്ഞിട്ട് തിന്നതൊന്നല്ല. അന്നാകെ അതുള്ള ഇനി അതുകൊണ്ട് തിന്നതാണ്. പോട്ടെ, സാരല്ല. ഏതായാലും പെൺകുട്ടികൾ നിങ്ങളോട് വന്നിട്ട് ഉമ്മാരെ ചുരിദാർ ചോദിച്ചാൽ ഒരിക്കൽ പോലും ഉമ്മ ആദ്യഘട്ടത്തിൽ വാങ്ങൂല. പിന്നെ പെൺകുട്ടികൾ എന്ത് ചെയ്യും? വാപ്പാനെടുത്ത് പോവും. വാപ്പാനെടുത്ത് പോയിട്ട് വാപ്പ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓലേതായ റൂട്ടുണ്ട്, അത് ചെയ്യും. അപ്പം വാപ്പ എന്നിട്ട് നമ്മോടൊന്നിട്ട് പറയും, മൈമൂന കുറച്ച് കാലല്ലേ ഉള്ളൂ ഓളിപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാകുക, പിന്നെ വേറെ പെരീക്ക് പോകേണ്ടതല്ലേ, അപ്പം പിന്നെ ഫുള്ള് സൽഫി മഫ്ത് തന്നെ ആകൂലേ, ആകണ കാലത്തല്ലേ വാങ്ങിക്കൊടുക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ വണ്ടി കയറ്റി പെൺകുട്ടികൾ നമ്മളെയും വണ്ടി കയറ്റി വാങ്ങിപ്പിക്കും. ഇതൊന്നും തെറ്റല്ല, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. എന്താ അറിയോ? ആൺകുട്ടികൾക്ക് ബാപ്പാനെ ഇഷ്ടമല്ലാത്തതിന് കാരണം ബാപ്പാണ്ട് വെറുപ്പല്ല, ഓല ഐഡിയ ഒന്നും ബാപ്പാൻ്റെയൊക്കെ മുക്കാ ഭാഗം നടക്കൂല. പെൺകുട്ടികൾക്ക് ഇമ്മാനെ ദേഷ്യം ഉമ്മാനോടുള്ള മോശത്തരല്ല, ഓല ചെറിയ നുണുങ്ങ ഐഡിയകളൊന്നും ഉമ്മാൻ്റെ അടുത്ത് നടക്കൂല. അതിന് ഉമ്മ പെണ്ണാണ്. പക്ഷെ ഇത് ബാപ്പാക്കും ഉമ്മാക്കും ഒരു ധാരണ ഉണ്ടാണ്. ഇത് ബാപ്പാക്കും ഉമ്മാക്കും ഒരു ധാരണ. ബാപ്പിമ്മിങ്ങാണ് 2 ഭാഗത്ത് നിൽക്കും. അതാണ് കുട്ടികളെ വിജയം. പക്ഷെ ഇതൊന്നൊക്കെ പറ്റിക്കപ്പെട്ട് ഒരു 10ാം ക്ലാസ് വരെ എത്തി +1 എത്തുമ്പോഴത്തിന് വാപ്പാക്കും ഉമ്മാക്കും നമുക്കൊരു അന്തം വരും. പടച്ചോനെ 11 കൊല്ലം ഇബല് നമ്മളെ മാറി ചാമ്പുകയാണ്. അപ്പം ബാപ്പിയമ്മി ഒറ്റക്കെട്ടാവും. അപ്പം നമ്മളെ കുട്ടികൾ പറഞ്ഞ വാക്കാണ് എന്താ അറിയോ? ബാപ്പിയമ്മി ഒറ്റക്കെട്ടായി പുറത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ 2 ആൾ ഒന്നിച്ച് പറയുന്നത് നടക്കൂലട്ടോ. അന്നാണ് കുട്ടികൾ പറയാ, നിങ്ങൾക്ക് 2 ആൾക്കും ഞങ്ങളെ ഫീലിങ്സ് മനസ്സിലാണില്ല, ഞങ്ങളെ ഫ്രണ്ട്സിനാണ് ഞങ്ങളെ ഫീലിങ്സ് മനസ്സിലാകുക. കാരണം എന്താ അറിയോ? ഇനി ഫ്രണ്ട്സ് വഴിയാണ് അടുത്ത വളവ് തുടങ്ങുക. ഇത് നമ്മളറിയണം. നാളെ സുബഹിക്ക് ഇപ്പം നേരത്തെ ഷെരീഫ് ക, സുബൈർ ക, ഉനൈസ്, മടവൂർ സാഹിബ് ഇവരൊക്കെ പ്രസംഗിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ സുബൈക്ക് ഇവിടുന്ന് നമ്മളെ വാപ്പാർ അവനാൻ്റെ ആൺകുട്ടിനെ സുബൈക്ക് ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഉമ്മ ഇങ്ങനെ വരും. ഇങ്ങോട്ട് ഉമ്മ വന്നിട്ട് പറയും, ഓപ്പ വന്ന് കടന്നിട്ടുള്ളൂ ഓല വക.
നിങ്ങളിപ്പോൾ ഓനെ വിളിച്ചാണ്ടാവും, ഇപ്പം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. ഓൻ്റെ ഉറക്കം കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ? ഇങ്ങോട്ട് ഓല വക ഉണ്ടാവും. നമ്മൾ ഈ എല്ലാ ലോകത്തിൻ്റെ മടക്കട്ടോ എല്ലാ പെണ്ണുങ്ങൾക്കും ആണുങ്ങളെ സൈഡാക്കാനുള്ളൊരു വാക്കുണ്ടാകും. എന്താ അറിയോ? ഇങ്ങളെന്നാപ്പോൾ ഇതൊക്കെ തുടങ്ങിയെന്ന് എനിക്കറിയില്ലേന്ന്. അതിന് നമ്മൾ തീർന്നു കഴിഞ്ഞു. കാരണം അതിന് പിന്നെ വർത്താനൊന്നുമില്ല. അങ്ങനെ ഒരു വർത്താൻ തന്നെ ഇസ്ലാമിന് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ വർത്താനം ഇസ്ലാമിന് ചോദിക്കാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായിട്ട് പള്ളിക്ക് പോകുമ്പോൾ പെണ്ണുങ്ങൾ നിങ്ങളിങ്ങനെ ഉക്കാള്ള ചന്തി കൂടെ ഇങ്ങനെ കത്തിയേറ്റ് നടന്നൊന്നും ഇന്നെ കൊണ്ട് പറയിപ്പിച്ചോണ്ട് അറിയാൻ പറ്റുമോ? ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നെന്നാൽ പിന്നെ കഴിഞ്ഞു. ഒരാൾ ദീനിയായ ഞങ്ങൾ പണ്ടെന്തേനി 87 എങ്ങനെയെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇപ്പം നാളെ സുബഹിക്ക് അവനാൻ്റെ ആൺകുട്ടിനെയും കൊണ്ടൊരു വാപ്പ പള്ളിക്ക് പോകാൻ നിൽക്കുമ്പോൾ ഒരു ഉമ്മ എന്താ കരുതണ്ടേ? പടച്ചോൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ഒരാളായിരുന്നു പോയിരുന്നത്, എൻ്റെ മകനെ കൂടി ഇതാ ബാപ്പ വിളിക്കണു. കുറച്ച് പ്രയാസം ഉണ്ടാവും, സാരല്ല. അവൻ പോയി തുടങ്ങിയാൽ മൻ സല്ല സുബ്ഹ ഫിൽ മസ്ജിദ് ഫഹുവ ഫീ ദിമ്മത്തില്ല. അവൻ പോയി തുടങ്ങിയാൽ അവൻ്റെ സംരക്ഷണം അള്ള ഏറ്റെടുക്കും. എൻ്റെ കുട്ടി കലാലയത്തിൽ പോകുമ്പം അവിടെ ഈ പറഞ്ഞ ലഹരിയുണ്ട്, അശ്ലീലതയുണ്ട്, തോന്നിയാസുണ്ട്, ഹറാമായ സാമ്പത്തിക ഇടപാടുണ്ട്, അവൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന സകല വൃത്തിയോടെ അവിടെ ഉണ്ട്. അതിനിടയിൽ എൻ്റെ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അവൻ്റെ വാപ്പിയമ്മയും കുടുംബമല്ലെങ്കിലും അള്ളാഹു അവനെ സംരക്ഷിച്ച് ദീനിൽ ഉറപ്പിച്ചു നിർത്തുവാൻ അള്ളാഹു രക്ഷിതാക്കളായ നമ്മളോട് പറഞ്ഞത് അവനെ നിങ്ങൾ സുബഹിക്ക് കൊണ്ടുപോയിക്കോളൂ എന്നാണ്. മൻ സല്ല സുബ്ഹ ഫിൽ മസ്ജിദ്, പള്ളിയിൽ പോയി ഒരാൾ സുബഹി നമസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, അവൻ്റെ സംരക്ഷണം അള്ള ഏറ്റെടുക്കുന്നതാണ്. എൻ്റെ കുട്ടിൻ്റെ സംരക്ഷണം അള്ള ഏറ്റെടുക്കുകയും അവൻ നല്ലവനായുകയും മാറാനാണ് എൻ്റെ അക്കാക്ക് അവനെ വിളിച്ചു കൊണ്ടുപോണത്. അതുകൊണ്ട് കൂടെ കൂടുക എന്നതാണ് ഒരു ഉമ്മ ചെയ്യേണ്ടത്. അതാ ചെയ്യേണ്ടത്. നമ്മുടെ മകൾക്ക് ഒരു വസ്ത്രം എടുക്കുമ്പം നമ്മുടെ ഭാര്യ ഇസ്ലാമിക വേഷയിക്കോട്ടെ എന്ന് പറയുമ്പം ബാപ്പാരെ അത് ഏതെങ്കിലും കയറ്റെടുത്തോട്ടെ, ഓൾ കുറച്ചാലല്ലേ നമ്മളപ്പം എന്നല്ല പറയേണ്ടത്. മറിച്ച് പടച്ചോനെ ഇസ്ലാമികമായി ഓരോ സെക്കൻഡും ദീനിയായൊരു വസ്ത്രം ധരിച്ചാൽ അവൾക്കത് വാങ്ങിക്കൊടുക്കുക വഴി അവൾ ധരിക്കുന്ന ഓരോ സെക്കൻഡും അവൾക്ക് പുണ്യവും അതിന് പണം ചെലവഴിച്ച എനിക്ക് അല്ലാഹു സ്വർഗവും നൽകുമല്ലോ. ഇൻഷാ അല്ലാഹ് അവളിലൂടെ ഉണ്ടാകുന്ന മക്കൾക്കും ഇതേ ദീന് കൈമാറിയാൽ തുടക്കക്കാരായ എനിക്കും എൻ്റെ ഭാര്യക്കും തലമുറയുടെ പുണ്യം ലഭിക്കുമല്ലോ. അത് വെച്ച് അള്ളാഹുവിനോട് എനിക്ക് സ്വർഗം ചോദിക്കാമല്ലോ എന്ന ആത്മാർത്ഥതയും ദീനുമാണ് ഉണ്ടാകേണ്ടത്. അഥവാ ദീനിന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടാകണം ബാപ്പിമ്മയും. ദീനിന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടാകണം. മകനെയോ മകളെയോ വിളിക്കുമ്പോഴേക്കും ഓനിപ്പോ വന്നിട്ടുള്ളൂ, ഇറങ്ങിയിട്ടുള്ളൂ, ഓനിപ്പോ വിളിക്കണ്ട, ഓനിപ്പോ കൊണ്ടോണ്ട എന്ന് പറയുന്നതിൽ നിന്ന് മാറണം. നിങ്ങൾ ഒറ്റക്കെട്ടാകണം. എങ്കിലേ മക്കൾ നന്നാകുള്ളൂ. അല്ലെങ്കിൽ മക്കൾ ആരുടെയെങ്കിലും ഒപ്പം നിൽക്കും, തെറ്റിന്റെ കൂടെ നിൽക്കും. ഇപ്പൊ നമ്മള് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുട്ടിയുടെ ചരിത്രം നമ്മൾ സാധാരണ എന്തിനാ പറയല്? ഞാനെപ്പോഴും ആലോചിക്കും, നമുക്ക് അറിയേണ്ട ചരിത്രമൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇളവുള്ള ചരിത്രമൊക്കെ നമുക്ക് അറിയും. ദീനിന്റെ മക്കൾ നന്നായി വളർത്തണ പറഞ്ഞാൽ അപ്പോൾ ഒരു മുജാഹിദിന്റെ മനസ്സിൽ എന്താ ഉണ്ടാകുക? എങ്ങനെന്നാണ്ട് എന്തൊക്കെയാണെങ്കിൽ നൂഹ് നബിന്റെ കുട്ടി പഴച്ചില്ലേ? നൂഹ് നബിന്റെ കുട്ടി പഴക്കണിന്റെ ചരിത്രം എന്തിനാ ഖുർആനിൽ പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? നൂഹ് നബിയുടെ ഭാര്യ ദീനിയല്ല, നൂഹ് നബി ദീനിയാണ്. നൂഹ് നബിയുടെ ഭാര്യ ദീനിയല്ല. ഭാര്യയും ഭർത്താവും ബാപ്പിയും ഒറ്റക്കെട്ടാകുമ്പോഴേ കുട്ടികൾ നന്നാകുള്ളൂ. അല്ലെങ്കിൽ കുട്ടി തെറ്റിന്റെ കൂടെ നിൽക്കും. ഇത് പറയാനാണ് സഹോദരങ്ങളെ. അതിനെന്താ മനസ്സിലാണ്ട്? ഞാനും എൻ്റെ ഭാര്യയും ദീനിയാകണം. ഞങ്ങൾ പള്ളിക്കൊക്കെ പോണോലാകണം, ഞങ്ങൾ തൗഹീദുള്ളവരാകണം, ഞങ്ങൾ ശിർക്കിനെതിരെ നിൽക്കണോലാകണം, ഞങ്ങൾ ബിദ്അത്ത് വീട്ടിൽ കയറ്റാത്തവരാകണം. അപ്പോൾ എൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ അത് ഉണ്ടാകും. ഞാനോ ഭാര്യയോ പഴച്ചാൽ കുട്ടികളിൽ ഭൂരിപക്ഷം ആ പഴവിന്റെ കൂടെ പോകാനാണ് സാധ്യത. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, തെറ്റിനോട് ചായ്വാണ് മനസ്സിലുണ്ടാകുക. തെറ്റിന്റെ സാഹചര്യത്തിന്റെ കൂടെയാണ് മക്കൾ നിൽക്കാൻ സാധ്യത ഉണ്ടാകുക. അതുകൊണ്ട് വാപ്പിമ്മി നന്നാകണമെന്നില്ലാണ് സംഭവം പറഞ്ഞ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് ബാപ്പിമ്മിൻ ദീനിന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടാകണം. ഏറ്റവും അവസാനം 4-ാമത്തെ കാര്യം, ഞാൻ സമയം കുറച്ചായതുകൊണ്ട് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 4-ാമത്തെ കാര്യം, ദീന് കേൾക്കുന്നിടത്തേക്ക് നമ്മുടെ മക്കളെ നമ്മൾ എത്തിക്കണം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലേണിംഗ് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്തിട്ടോ, അന്ന് ബോർഡും അങ്ങനെ എഴുതിയിട്ട് ആയത്തിങ്ങനെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പം നിറഞ്ഞൊരു സദസ്സായിരുന്നു. മുന്നിലെ വരിയിലിരിക്കുന്ന ഇസ്ലാം ഒരു ഇക്കാക്ക മാത്രം എഴുതണില്ല.
ബാക്കിയൊക്കെ എഴുതും, ബാക്കി എല്ലാം എഴുതും. അപ്പം ഞാൻ കുറ്റമല്ല, കാരണം ഒരാളിഷ്ടമാണ്. എന്നാലും ഇപ്പം ഞാൻ ഇങ്ങനെ അദ്ദേഹത്തോട് പരിചയപ്പെട്ടു. അദ്ദേഹം നല്ല ദീനിയാണ്, നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ യാദൃച്ഛികമായിട്ട് ചോദിച്ചു, അല്ല എന്താ എഴുതിയെടുക്കാത്ത, നിങ്ങൾക്ക് എന്താ പ്രയാസം എന്തെങ്കിലും? അദ്ദേഹം പറഞ്ഞ വാചകം എത്ര കൊല്ലം മുന്നേ അറിയോ, പക്ഷെ എൻ്റെ മനസ്സിൽ ഇന്നുണ്ട്. ഞാനത് ഈ ക്ലാസ്സിൻ്റെ അവസാനം എൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ പറയാണ്. ആ വാപ്പ പറഞ്ഞ വാക്ക് എന്താ അറിയോ, മൗലവി, എൻ്റെ വാപ്പാക്കുമ്മൊക്കെ 7 കുട്ടികളാണ്, ഞാനാണ് 7ാമത്തത്. ഞാൻ ജനിച്ച് 1 കൊല്ലോ 1.5 കൊല്ലം അങ്ങനെ കുറച്ചൊരു സ്കൂളുകളൊക്കെ ചേർക്കേണ്ട തൊട്ട് മുന്നായിട്ട് എൻ്റെ വാപ്പ മരിച്ചു. ഞാൻ ശരിക്കും എൻ്റെ ഉപ്പാനെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യത്തെ 6 മക്കളെയും ബാപ്പിയമ്മയും അന്നത്തെ സ്കൂൾ മദ്രസയിൽ പഠിപ്പിച്ചു. ഞാൻ ജനിച്ചു, ഞാൻ ഈ പറയണത് ശരിക്കും ഉമ്മാര് കേൾക്കണം, ഉമ്മാരെന്നെ കേൾക്കണം, ബാപ്പാരും കേൾക്കണം. ഞാൻ പറയണത് ഉമ്മാര് ശരിക്കും നമ്മളെ മനസ്സിൻ്റെ ഒരു ചിന്ത, ഇൻ്റെ ധാരണ പോലും തെറ്റിച്ചൊരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു 6 മക്കളിൻ്റെ വാപ്പിയമ്മയും സ്കൂളിലും മദ്രസക്കും പഠിപ്പിച്ചു. അന്നത്തെ പഠിപ്പിക്കാറാട്ടോ. പക്ഷെ ഞാൻ ജനിച്ച ഉടനെ കുറച്ച് കഴിഞ്ഞപ്പം വാപ്പ മരിച്ചപ്പം എൻ്റെ വാപ്പ ചെയ്യണത് പാടത്ത് കന്നുകൂട്ടണ ജോലിയാണ്. അതിൻ്റെ ഉമ്മ ചെയ്യാണ്. അപ്പം ഉമ്മ എന്ത് ചെയ്തു, ചെറിയ കുട്ടിയായ ഞാൻ, ബാപ്പല്ലാത്ത കുട്ടിയായി ഞാൻ സ്കൂളിൽ പോയാൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ പാടെ ചീത്തറിയെ കച്ചറൂടെ ചെയ്താൽ എനിക്കൊരു ധൈര്യം കിട്ടൂല. അതുകൊണ്ട് ബാപ്പല്ലാത്ത കുട്ടീന്ന് വിളിക്കുമെന്നൊക്കെ ഉമ്മ കുറേ സാധനങ്ങൾ ആലോചിച്ച് എന്നോടുള്ള ഇഷ്ടം, സ്നേഹം, സിമ്പതി, അനുകമ്പ എല്ലാം കൊണ്ട് ഉമ്മ ഇന്ന സ്കൂൾക്കും മദ്രസക്കും പറഞ്ഞേച്ചില്ല. പറഞ്ഞേക്കതൊക്കെ ഒറ്റ കാരണമുള്ളൂ, ബാപ്പല്ലാത്ത കുട്ടിയായി അങ്ങാടിയിൽ നിന്ന് ആരെങ്കിലും അടിക്കേ വല്ല നായി പിന്നാലെ കൂടെ അങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ ആരുമില്ലാതെ ഒറ്റപ്പെടുമല്ലോ. ഉമ്മാന്റെ ചെറിയ കുട്ടി കരഞ്ഞാൽ ഉമ്മ കേൾക്കൂലല്ലോ, കൊണ്ടുപോകാൻ ബാപ്പല്ലല്ലോ, ബാപ്പ മരിച്ചോല്ലേ എന്ന ഇഷ്ടം കൊണ്ടാണ്. അങ്ങനെ ഞാൻ വളർന്നു വലുതായി. മോലി എൻ്റെ ഏട്ടന്മാരും ഏട്ടത്തിമാരായ 6 ആൾക്കാർക്കും എഴുത്തും വായനയും അറിയും, ഖുർആനും അറിയും, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ എഴുതാനറിയും. എനിക്കിത് രണ്ടും അറിയില്ല. അതേ പറഞ്ഞ വാക്കെന്താ, എനിക്ക് ഞാൻ നല്ലൊരു പെണ്ണുങ്ങളെ കെട്ടി, അവൾ എനിക്ക് അതേങ്ങനെ കയ്യുമണ്ണ ഫാത്തിഹ, അതിൻ്റെ പുറമെ ഫാത്തിഹ എനിക്കിങ്ങനെ കാണാപ്പാതെ അമ്മ പഠിപ്പിച്ചിരും. മുഅവ്വദത്തൈനി ഖുല്ലല്ലാഹു ഖുല്ലാഉദു റബ്ബിന്നാ ഫലഖ് ഖുല്ലാഉദു റബ്ബിന്നാസ് ഇഖ്ലാസ് മുഅവ്വദത്തൈനി 3 എണ്ണം, പിന്നെ സൂറത്തു അൽ അസ്റും. ഈ 4 എണ്ണം എൻ്റെ ഭാര്യ എന്നെ പഠിപ്പിച്ചതാണ്. നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ദുആകൾ എനിക്ക് അവിടെ ഇവിടെ അറിയുള്ളേനി. എനിക്ക് വായിക്കാനില്ല, ഇമ്മ പറഞ്ഞെന്ന് കേൾക്കണം, ബാക്കിൻ്റെ ഭാര്യ പഠിപ്പിച്ചെന്നാണ്. ഇതുമായിട്ടാണ് ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കണത്. നിങ്ങൾ ഓരോ തവണ ഇവിടെ ഖുർആൻ ലേണിംഗ് എടുത്തിട്ട് ആയത്ത് പറഞ്ഞ് ബോർഡും എഴുതുമ്പം എനിക്ക് എത്ര സങ്കടം ഉണ്ട് അറിയും മൗലവി. എനിക്കൊരു ഹർഫ് എഴുതാൻ കഴിയില്ല. എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഒന്ന് ഓർത്തെടുത്ത് വീട്ടിൽ പോയിട്ട് മനപ്പാടാക്കണമെങ്കിൽ ഇതൊന്ന് എഴുതണ്ടേ, എനിക്ക് എഴുതാൻ കഴിയില്ല. എനിക്കൊരു പ്രാർത്ഥന പുതിയതായിട്ട് പഠിക്കാൻ കഴിയണില്ല. എനിക്ക് ഖുർആൻ്റെ തഫ്സീർ ഒന്ന് വായിക്കാൻ കഴിയണില്ല. ഖുർആനിനെ കൊണ്ട് ഓതാൻ കഴിയണില്ല. ഒന്നും കഴിയണില്ല മൗലവി, ഒന്നും കഴിയണില്ല. അവസാനം അദ്ദേഹം പറഞ്ഞ വാചകം കേട്ടോ, ഓരോ ഖുത്തുബിയിലും ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പം എനിക്ക് എൻ്റെ അമ്മാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തോന്നണില്ല മൗലവി. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും, ഉമ്മയല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ മൗലവി എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കാഞ്ഞ്, എന്തിനാണ് എന്നോട് ഉമ്മ ഇങ്ങനൊരു ക്രൂരത ചെയ്തത്? ഞാൻ എൻ്റെ ഉമ്മാനോട് വാപ്പാനോട് ചോദിക്കാം, ഉമ്മാരെ വാപ്പാരെ, ആ ഉമ്മ അന്നത്തെ കാലത്ത് അദ്ദേഹത്തെ പഠിപ്പിക്കാത്തതിന് ഉമ്മാൻ്റെ മനസ്സിൽ ഒരൊറ്റ ആശയുള്ളതിന് കുട്ടിനോടുള്ള ഇഷ്ടം, സ്നേഹം. പക്ഷെ ആ കുട്ടി വളർന്നു വലുതായപ്പോൾ തിരിച്ചറിഞ്ഞു, എന്താ അറിയോ, ഉമ്മ ചെറുപ്പത്തിൽ എന്നോട് കാണിച്ച അമിതമായ സ്നേഹം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതെന്റെ പരലോകമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ, ഉമ്മമാരെ ബാപ്പമാരെ, ചെറുപ്പത്തിൽ നമ്മൾ കാണിച്ചത് അമിതമായ സ്നേഹമല്ല, അതവന്റെ സ്വർഗത്തിന്റെ വഴിയെ തടസ്സപ്പെടുത്തുന്ന കാര്യമായിരുന്നു എന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത് മുതൽ നമ്മുടെ കുട്ടികൾ നമ്മൾക്കെതിരാകും. ഇതെന്തിനാ പറയണറിയോ? നിസ്കരിക്കാൻ നിർബന്ധിക്കണ്ട, ഓ നമ്മോട് തെറ്റും. ഇസ്ലാമിക വേഷം ധരിപ്പിക്കാൻ വേണ്ടി പറയണ്ട, ഓള് നമ്മോട് തെറ്റും. ദീനിയായി ജീവിക്കാൻ വേണ്ടി ജുമാക്കും ക്ലാസ്സിനും സമ്മേളനത്തിനും വരാൻ വേണ്ടി കുട്ടികളെ നിർബന്ധിക്കണ്ട, ഓള് നമ്മോട് കച്ചറുണ്ടാക്കും എന്ന് വിചാരിക്കണ രക്ഷിതാക്കളുണ്ടല്ലോ. ഇതേ കുട്ടികൾ നമ്മൾ അവരെ വിളിക്കാത്തതിന്റെ പേരിൽ
പരലോകത്ത് നമ്മൾക്കെതിരായി പറയും. അതുകൊണ്ട് എൻ്റെ സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൺക്ലൂഷൻ ചെയ്യാണ്. രക്ഷിതാക്കളെ, നമ്മൾ ഇവിടെ ഈ കുടുംബസമേതം ഒരുമിച്ച് ചേർന്ന പോലെ നാളെ പരലോകത്ത് നമ്മൾക്ക് സന്തോഷത്തോടുകൂടി ഒരുമിച്ച് ചേരാൻ കഴിയണം. അതിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. അതിന് നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ മക്കൾ, അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലും ദീനിയാക്കിയാലാണ് നമ്മൾക്ക് സ്വർഗം എന്ന് മനസ്സിലാക്കി മാതാപിതാക്കൾ ദീനിന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ മക്കളിലും പിഴവുണ്ടാകും, അതുകൊണ്ട് അത് തിരുത്താൻ ഞാൻ ശ്രദ്ധാലുവാകണം എന്ന ബോധ്യമുണ്ടായി. അതോടൊപ്പം ദീനിന്റെ കേൾക്കുന്ന സദസ്സിലേക്ക് ജുമഅക്ക് നമ്മുടെ മക്കളെ വിളിക്കണം, ക്ലാസുകൾക്ക് നമ്മുടെ മക്കളെ വിളിക്കണം, ദീന് കേൾക്കാൻ വിളിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കെ, ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോയാൽ, നിസ്കരിക്കാത്ത ദീനിയാകാത്ത ഹറാമുകൾ ചെയ്ത നമ്മുടെ കുട്ടി മരിച്ചു പോയാൽ പിന്നീട് അവൻ എന്താകുമുണ്ടാവുക എന്ന് ഖബറിൽ അവനോട് മലക്കുകൾ വന്ന് ചോദിച്ചാൽ അവൾ എന്താണ് പറയുക എന്ന് ആലോചിച്ചാൽ പോലും ഉറക്കം വരാത്ത വിധം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ വളർത്തിയിട്ടും നമ്മുടെ കയ്യിൽ 20 കൊല്ലമുണ്ടായിട്ടും അവൾ സ്വർഗാവകാശിയാകാതെ മരണപ്പെട്ടു പോയല്ലോ എന്ന ദുഃഖം നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ നേരത്തെ ബഹുമാനനായ ഹുസൈൻ മൗലവി പ്രാർത്ഥിച്ച പോലെ, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത്തു ഐനിൻ, അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇണകളിൽ മക്കളിൽ കൺകുളിർമ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന അവസാനിക്കുന്നില്ല. കൺകുളിർമ എപ്പോഴാണ് ഉമ്മാക്കും ബാപ്പാക്കും മക്കൾക്കും കിട്ടുക? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ആ കുടുംബത്തിലെ ബാപ്പിയും മക്കളും മുത്തഖികളായ ആളുകൾക്ക് മുന്നിൽ നിൽക്കുന്നവരാകണം. ബാപ്പിയും മാത്രം പോരാ, മക്കളെയും നിർത്തണം. പള്ളികളിൽ മക്കളെ കൊണ്ടുവരട്ടെ, ജുമഅക്ക് പെൺകുട്ടികളെയും കൊണ്ടുവരട്ടെ, നമ്മുടെ ക്ലാസുകൾക്ക് അവരെയും പങ്കെടുപ്പിക്കട്ടെ, വീടുകളിൽ ദീനിന്റെ ചർച്ചകൾ ഉണ്ടാകട്ടെ, എല്ലാ ദീനിയായ പ്രോഗ്രാമുകളിലും നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കട്ടെ. ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കാൻ വേണ്ടി ഹൃദയപൂർവ്വം അവരോട് ഉപദേശങ്ങൾ ഉണ്ടാകട്ടെ. പ്രാക്ടിക്കലായി ദീൻ അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ദീൻ പറഞ്ഞു കൊടുത്ത് കൂടെ കൂട്ടിയാൽ ആ കൂടെ കൂടാവുന്നതേ ഉള്ളൂ നമ്മുടെ മക്കൾ. അവർ നമ്മളുടെ തലമുറയാണ്, മുസ്ലിമിന്റെ ഹൃദയമാണ്, മുഅ്മിനിന്റെ ഖൽബാണ്, ദീന് കിട്ടിയവരാണ്. ആ ദീനിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയൊരു പഠന ക്യാമ്പിലേക്ക് ക്ഷണിച്ചതിന് ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞ് ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.